എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പോയിൻറ്റ്സ് ഡീൽ ചെയ്യുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സ് ഡീൽ ചെയ്യുന്നൊരു സെഷനാണിത്. 3 ഫെബ്രുവരി 2023 കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ക്രൈസിസ് ആണ്. അദാനി ഗ്രൂപ്പിൻ്റെ ഷെയർസ് പെട്ടെന്ന് വാല്യൂ ഇടിഞ്ഞത് ഭയങ്കരമായിട്ടുള്ളൊരു പാനിക്കും അതുപോലെ തന്നെ ഒരു ഷോക്ക് വേവും ഇന്ത്യ ഒട്ടാകെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിന് കാരണം? മാത്രമല്ല എന്താണ് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ്, ആരൊക്കെ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അദാനി ക്രാഷ് ടോൾസ് പാർലമെൻറ്റ്, ഓപ്പോസിഷൻ സീക്സ് JPC പ്രോബ്. എന്താണ് ഈ JPC പ്രോബ് എന്ന് പറയുന്നത്? JPC എന്ന് പറയുന്നത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ വാല്യൂ ഇടിഞ്ഞോ, എന്തെങ്കിലും അതിൽ ഫ്രോഡ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു മിസ്അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നിട്ടുണ്ടോ എന്നാണ് പാർലമെൻറ്റിന് അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റ് സ്തംഭിക്കുകയാണ് ചെയ്തത്, ഈ സഭകൾ സ്തംഭിക്കുകയാണ് ചെയ്തത്. സൈറ്റിംഗ് പബ്ലിക് ഇൻട്രസ്റ്റ് ആൻഡ് റിസ്ക് ടു സേവിംഗ് ഓഫ് പീപ്പിൾ, പാർട്ടീസ് ഡിമാൻഡ് ഡിബേറ്റ് ഓൺ ഹൈ എക്സ്പോഷർ ഓഫ് പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് എസ് SBI ആൻഡ് LIC ഇൻ ദ ഗ്രൂപ്പ്. ദേ പ്ലാൻ ടു സ്റ്റേജ് എ ജോയിൻറ്റ് പ്രൊട്ടസ്റ്റ് ഓൺ ദ ഹൗസ് പെർമിസസ് ഓൺ മൺഡേ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അദാനി ഗ്രൂപ്പിൻ്റെ വാല്യൂ ഇടിഞ്ഞത് മാത്രമല്ല, പല പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിനും പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങളുടെയും ഷെയർ അതിലുണ്ട്. ഇപ്പോൾ LICക്കും അതുപോലെ തന്നെ SBIക്കും ഷെയർ ഉള്ളൊരു കമ്പനിയാണ് അദാനി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പൈസയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അക്കൗണ്ടബിൾ ആണ്. അതുകൊണ്ടാണ് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഇത് പ്രോബ് ചെയ്യണമെന്ന് പറയുന്നത്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരുപാട് കമ്പനീസ് ഉണ്ട്, എല്ലാം താഴേക്ക് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന കമ്പനീസ് അദാനി ടോട്ടൽ ഗ്യാസ്, അദാനി എൻ്റർപ്രൈസസ്, അദാനി ഗ്രീൻ എനർജി, അദാനി ട്രാൻസ്മിഷൻ, അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ, അംബുജ സിമെൻറ്റ്സ്, അദാനി പവർ, അദാനി വിൽമാർ. ഇത്രയും കമ്പനികളിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 56% ഇടിവ്, 25% വളരെ വലിയ ഇടിവുകളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും എക്കോണമിക് സ്റ്റെബിലിറ്റി, അതായത് ഈ പറഞ്ഞ ഷെയർ മാർക്കറ്റിൻ്റെയൊക്കെ സ്റ്റെബിലിറ്റിയും ബന്ധപ്പെട്ട കാര്യമാണ്. അതിൻ്റെ റെഗുലേറ്റേഴ്സിന് ഒരു TDS ആയിട്ടുള്ള ജോലിയാണ്. ഇതിലെന്തെങ്കിലും ഫ്രോഡ് ഉണ്ടോ, വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ടോ, എന്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഏകദേശം 2 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്, ഒരു ഇമ്പോർട്ടൻറ്റ് പബ്ലിക്കേഷൻ പുറത്തിറക്കിയതിൽ അദാനി ഗ്രൂപ്പിൻ്റെ അക്കൗണ്ടിങ്ങിൽ ഒരു മിസ്അപ്രോപ്രിയേഷൻ ഉണ്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് സംശയകരമാണ് എന്ന് പറഞ്ഞൊരു ന്യൂസ് വന്നിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു ഒരു ഷോക്ക് വേവാണ് ഇന്ത്യ ഒട്ടാകെ ഈ പറയുന്ന അദാനി ഗ്രൂപ്പിൻ്റെ ഷെയർസ് താഴെ പോയിരിക്കുന്നതിൽ വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് LICയും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിൽ LICയും അതുപോലെ തന്നെ SBI പോലെയുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. On January 30, the LIC said that the amount it had invested in Adani Group over a period of time stood at 36,478.78 crore. 36,474.78 കോടി, 78 കോടിയാണ് SBIൻ്റെ LICയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. SBI on its part has lent a significant amount of money to the പീൽഗേഡ് ഗ്രൂപ്പ്. അപ്പോൾ ഈ പറയുന്ന ഗ്രൂപ്പുകൾ, അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളത് കാരണമാണ് ഈ JPC അവിടെ ഫോം ചെയ്യണമെന്ന്, ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ഫോം ചെയ്യാനും പ്രോബ് ചെയ്യാനൊക്കെ പറയുന്നത്. അൾട്ടിമേറ്റ്ലി ആരാണ് ഇതിൻ്റെ റെഗുലേറ്റർ? സെക്യൂരിറ്റീസ് മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഒക്കെ ആയി ബന്ധപ്പെട്ട റെഗുലേറ്റർ. ഇത് മോണിറ്റർ ചെയ്യുന്ന ഏത് ബോഡിയാണ്? സെബിയാണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ്. ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ഫോംഡ് ബൈ ദി ആക്ട് സെബി ആക്ട് 1992. 1988 വന്ന സ്ഥാപനം സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി മാറുന്നത് സെബി ആക്ട് 1992 വഴിയാണ്. ഈ കാര്യങ്ങൾ ഓർക്കുക. RBI എന്ന് പറയുന്നത് മോണിറ്ററി പോളിസി അതുപോലെ തന്നെ ബാങ്ക്സുമായി സംബന്ധിച്ചിരിക്കുന്ന ഓർഗനൈസേഷനാണ്. സെബി എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വളരെ വളരെ ക്ലിയർ ആയിരിക്കേണ്ട കാര്യമാണ്. എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുമായി ബന്ധപ്പെട്ട ന്യൂസ് തന്നെയാണ് പിന്നെയും കൊടുത്തിരിക്കുന്നത്. അദാനി ഗ്രൂപ്പ് സ്റ്റോക്ക് കണ്ടിന്യൂസ് ടു പ്ലഞ്ച് at cost of trade on Thursday. The Adani Group Forbes market valuation losses had exceeded 100 billion since January 24 when the ഇതാണ് ആ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് വാസ് പബ്ലിഷ്ഡ് on Thursday before the opening of the market. In a video statement, Mr. Adani sought to calm investors, contending that the FPO was withdrawn to insulate investors from potential loss. This decision will not have any impact on our existing operations and future plans. The fundamentals of the company are strong. കമ്പനീൻ്റെ ഫണ്ടമെൻ്റൽസ് സ്ട്രോങ് ആണെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ അദാനി പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ റിപ്പോർട്ടാണ് കാരണം. ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങൾ അദാനി ഗ്രൂപ്പിലുണ്ട് എന്ന് പറഞ്ഞത് ഈ റിപ്പോർട്ടാണ്.
അതുമായി ബന്ധപ്പെട്ട RBIൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. RBI സെഡ് ടു സീക്ക് ഡീറ്റെയിൽസ് ഓഫ് ബാങ്ക്സ് ലോൺ ടു അദാനി ഗ്രൂപ്പ്. അപ്പോൾ ലോണുകൾ കൊടുത്ത അദാനി ഗ്രൂപ്പിൻ്റെ എക്സ്പ്ലനേഷൻ എന്തൊക്കെ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്, ഏത് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള എക്സ്പ്ലനേഷൻ ചോദിച്ചുകൊണ്ട് RBI രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ബാങ്ക് ലോണുകളുമായി ബന്ധപ്പെട്ട് റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? RBI ആണ്, സെബി അല്ല. അപ്പോൾ ഇത് രണ്ടും കൺഫ്യൂഷൻ ആയി പോയത്. സെബി സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടും RBI ബാങ്ക് ലോൺസും സെൻട്രൽ ബാങ്ക്സും അതുപോലെ തന്നെ മറ്റ് മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ RBI മാറിപ്പോകരുത്. റെഗുലേറ്റർ ഗെറ്റ് ആക്സസ് ടു ഡീറ്റെയിൽസ് ഓൺ കമേഴ്ഷ്യൽ ലെൻഡേഴ്സ് ലോൺസ് ടു ലാർജ് കോർപ്പറേറ്റ് ബോറോസ് ഓൺ എ റെഗുലർ ബേസിസ് ആസ് പാർട്ട് ഓഫ് ദ സെൻട്രൽ റെപ്പോസിറ്ററി ഓഫ് ഇൻഫർമേഷൻ ഓൺ ലാർജ് ക്രെഡിറ്റ് ഡാറ്റാബേസ്. അപ്പോൾ വലിയ ക്രെഡിറ്റ് കൊടുക്കുന്ന, വലിയ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ലോണാണ്, വലിയ ലോൺ കൊടുക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഒരു സെൻട്രൽ രജിസ്ട്രി ഉണ്ടാവാറുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ പ്രാവശ്യവും ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്നതാണ്. ഇത്തവണ അദാനി ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളും സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ട്.